ജപ്പാൻ ചരത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് പല രക്ഷിതാക്കളുടെ ഒരു സംശയമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ജപ്പാൻ ചരത്തെ പറ്റിയും അതിന്റെ പ്രതിരോധ കുത്തിവയ്പ്പിനെ പറ്റിയും ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഓസ്മിൻ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, ദാമഗിരി സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ. കൊതുകുകൾ വഴി പകരുന്ന ഒരു തരം മസ്തിഷ്ക ജ്വരമാണ് ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ ജാപ്പനീസ് എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമാണ്. 15 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് സാധാരണയായിട്ട് ഈ അസുഖം ബാധിക്കുന്നത്. പിന്നെ ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അസുഖം വരുന്ന 30% കുഞ്ഞുങ്ങളും മരണപ്പെടുന്നു. അല്ലെങ്കിൽ 30 മുതൽ 50% കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യങ്ങളോ ബുദ്ധിപരമായ പ്രശ്നങ്ങളോ അസുഖം ഭേദമായാലും ഉണ്ടാവുന്നു. പിന്നെ അതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചികിത്സയുള്ള അസുഖമല്ല ഇത്. വാക്സിനേഷൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പ് തന്നെയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രതിരോധ മാർഗം. പല ആൾക്കാരുടെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഇപ്പൊ പുതിയതായിട്ട് ഈ വാക്സിനേഷൻ കൊണ്ടുവരാനുള്ള കാരണം എന്നുള്ളത്. അപ്പൊ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ജപ്പാൻ ജ്വരം അല്ലെങ്കിൽ അതുപോലെയുള്ള മസ്തിഷ്ക ജ്വരങ്ങളുടെ കേസുകൾ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ശരിക്കുമുള്ള കണക്ക് പറയുകയാണെങ്കിൽ 2021 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏതാണ്ട് 26ഓളം കുഞ്ഞുങ്ങൾക്ക് അസുഖം സ്ഥിരീകരിക്കപ്പെടുകയും അതിൽ 4 കുഞ്ഞുങ്ങൾ മരണമടയുകയും ചെയ്തു. അതുപോലെ നമ്മുടെ പരിസ്ഥിതി ഘടകങ്ങൾ കൊതുകൾക്ക് വളരാൻ പാകപ്പെട്ടതാണ്. അതുപോലെ കൊതുകുകളുടെ സാന്ദ്രത കൂടുതലുള്ള ജില്ലകളാണ്. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ അസുഖം പടർന്നു പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇപ്പോൾ ഒരു ക്യാമ്പയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും 1-2 വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ റൂട്ടീൻ ഇമ്മ്യൂണൈസേഷനിലേക്ക് ഈ വാക്സിൻ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഇനി വേറൊരു സംശയം എന്നുള്ളത്, ഇതൊരു പുതിയ വാക്സിൻ ആണോ എന്നുള്ളതാണ്. എന്നാൽ തീർച്ചയായിട്ടും അല്ല. ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 300ഓളം ഡിസ്ട്രിക്റ്റുകളായിട്ട് 2006 മുതൽ റൂട്ടീൻ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് ഈ വാക്സിനേഷൻ കൊടുത്തു പോരുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ 2009 ഔട്ട്ബ്രേക്കിന് ശേഷം ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ റൂട്ടീൻ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് ഈ വാക്സിൻ കൊടുത്തു പോരുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ജില്ലയിലെ കാലിക്കറ്റ്, മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ജെഇ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജീൻവാക് എന്നുള്ള ഒരു വാക്സിനാണ്. ഇത് കിൽഡ് ആൻഡ് ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്സിനാണ്. ഇന്ത്യയിൽ തന്നെ ഭാരത് ബയോടെക്കും ICMR-ഉം ചേർന്ന് സംയുക്തമായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു വാക്സിനാണിത്. എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ക്ലിനിക്കൽ ട്രയൽസിന് ശേഷം 2013 ആദ്യമായിട്ട് ഇത് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം നമ്മുടെ ആസാം, UP, വെസ്റ്റ് ബംഗാൾ പോലെയുള്ള ഡിസ്ട്രിക്റ്റുകളിൽ റൂട്ടീൻ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് ഈ വാക്സിൻ കൊടുത്തു വരുന്നതുമാണ്. ഇപ്പൊ അത് കുട്ടികളിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെല്ലാമാണ് ഈ വാക്സിൻ എടുക്കാൻ പറ്റുന്നത് നോക്കാം. 1 മുതൽ 15 വയസ്സ് വരെയുള്ള പ്രീവിയസ്ലി ജെഇ വാക്സിൻ എടുത്തിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ വാക്സിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ഡോസ് ആണ് ക്യാമ്പയിനിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. പിന്നെ എന്തൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ആർക്കൊക്കെ എടുക്കാൻ പാടില്ല എന്നുള്ളത് നോക്കാം. 2 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ പ്രീവിയസ്ലി എപ്പോഴെങ്കിലും ജെഇ വാക്സിൻ എടുത്തപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അലർജി ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾ, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള സിവിയർ ആയിട്ടുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും ഈ വാക്സിൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ വാക്സിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായി കണ്ടുവരുന്നത് ചെറിയ രീതിയിലുള്ള പനി, തലവേദന, ശരീരം വേദന, അതുപോലെ കുത്തിവെപ്പ് എടുത്ത സ്ഥലത്ത് ചുമപ്പും തടിപ്പും ഒക്കെയാണ്. പിന്നെ അപൂർവമായിട്ട് കണ്ടുവരുന്നത് വയറിളക്കം, ഛർദി, അതുപോലെ അലർജിക് റിയാക്ഷൻസ് ഒക്കെയാണ് അപൂർവമായിട്ട് കണ്ടുവരുന്നത്. ഇനിയും റൂട്ടീൻ ഇമ്മ്യൂണൈസേഷന് വരുന്ന ഒരു കുഞ്ഞിന്, അതായത് 1.5 വയസ്സിൽ അല്ലെങ്കിൽ 5 വയസ്സിന്റെ കുത്തിവെപ്പിന് വരുന്ന ഒരു കുഞ്ഞിന് ഈ വാക്സിൻ എടുക്കാമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എടുക്കാം. മറ്റുള്ള വാക്സിന്റെ കൂടെ ഈ വാക്സിൻ എടുക്കാം. പിന്നെയുള്ളൊരു സംശയം, മറ്റേതെങ്കിലും വാക്സിനുമായിട്ട് ഈ ജെഇ വാക്സിൻ ഒരു നിശ്ചിത ഇന്റർവെല്ലിന്റെ ആവശ്യമുണ്ടോ? അതുമില്ല. ഇതൊരു ഇനാക്ടിവേറ്റഡ് ആൻഡ് കിൽഡ് വാക്സിൻ ആയതുകൊണ്ട് മറ്റു വാക്സിൻസുമായിട്ട് ഇന്റർവെല്ലിന്റെ ഒന്നും ആവശ്യമില്ല. എപ്പം വേണമെങ്കിലും നമുക്ക് ഈ വാക്സിൻ എടുക്കാവുന്നതുമാണ്. ജപ്പാൻ ജ്വരം പോലെയുള്ള ഒരു രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വാക്സിനേഷൻ തന്നെയാണ്. അപ്പം എല്ലാവരും സ്റ്റേ വാക്സിനേറ്റഡ് ആൻഡ് ഹെൽത്തി.